അള്ളാഹുവിലെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സലാത്തും സമർപ്പിച്ചുകൊണ്ട് ഇസ്ലാമിക റിപ്പബ്ലിക്കിൻ്റെ 2ാം ഖലീഫ അതേ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവബഹുലമായ ജീവചരിത്രം 3ാം ഭാഗം ഇതാ നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നു. അതേ, ഊരിപ്പിടിച്ച വാളുമായി ഒരു കൊടുങ്കാറ്റ് പോലെയാണ് ഉമർ നടക്കുന്നത്. അല്ല, നടക്കുകയല്ല, ഓടുകയാണ്. ആ കണ്ണുകൾ രക്തഗോളമായി മാറിയിരിക്കുന്നു. കവളുകളിൽ നിന്നും ചോര ഒപ്പിയെടുക്കാം. കോപം കൊണ്ട് കിടുകിടാ വിറക്കുന്നുണ്ട്. അതെ, എങ്ങോട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു ഇത്ര ദേഷ്യത്തോടെ പോകുന്നത്? എന്തായിരിക്കും ഉമറിൻ്റെ ഉദ്ദേശം? അതെ, സ്വന്തം സഹോദരി ഫാത്തിമയുടെ വീട്ടിലേക്കാണ് ലക്ഷ്യം. ആ നടത്തത്തിൽ ഒരുപാട് ചിന്തകൾ ഉമറിൻ്റെ മസ്തിഷ്കത്തിലൂടെ മിന്നിമറഞ്ഞു. മുഹമ്മദിൻ്റെ ദ്രോഹം ഏറി വരികയാണ്. എത്ര നാളെന്ന് വെച്ചാണ് ക്ഷമിക്കുക? ഇതിനു മുമ്പ് തന്നെ അവൻ്റെ തല നിലത്ത് കടന്ന് പിടിയേണ്ടതാണ്. ഇത്രയും താമസിച്ചതാണ് തെറ്റ്. താൻ വരും വരായികകൾ ചിന്തിച്ചുപോയി. ഖുറൈശികൾ കരുത്തരാണ്. അബ്ദുൽ മുത്തലിബിൻ്റെ മക്കൾ ശക്തരും സംഘടിതരുമാണ്. മുഹമ്മദിന് വല്ലതും സംഭവിച്ചാൽ അവർ അടങ്ങിയിരിക്കുകയില്ല. അങ്ങനെ അതൊരു കൂട്ടക്കലാപത്തിന് വഴി കൊടുക്കലായിരിക്കും. വേണ്ട, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് ഇത്ര നാളും ക്ഷമിച്ചത്. പക്ഷേ ഇനി അതാവില്ല. ജനങ്ങൾക്കിടയിൽ മുഹമ്മദ് ഉണ്ടാക്കുന്ന ഭിന്നിപ്പിൻ്റെ ശക്തി നിസാരമല്ല. ബാപ്പയും മകനും തമ്മിൽ പിണങ്ങുന്നു. ഭാര്യയും ഭർത്താവിൽ തമ്മിൽ സ്വരച്ചേർച്ച ഇല്ലാതാകുന്നു. ജ്യേഷ്ഠനും അനുജനും 2 തട്ടിൽ നിന്ന് പോരടിക്കുന്നു. ഇതെല്ലാം അവൻ ഒറ്റൊരുത്തൻ്റെ അഭിചാര വിദ്യയാണ്. ഇനി സഹിക്കാൻ തൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. ഭവിഷ്യത്തുകൾ എന്ത് തന്നെ വന്നാലും പിന്നീട് അനുഭവിച്ചു കൊള്ളാം. ഇപ്പോൾ ഒരേ ഒരു മാർഗമേ തനിക്ക് മുമ്പിലുള്ളൂ. മുഹമ്മദിൻ്റെ തല കൊയ്യണം. അതോടുകൂടി അവൻ്റെ പ്രസ്ഥാനം വേരോടെ പിഴുതെറിയപ്പെടണം. അവരൊറ്റ ചിന്തയുമായി ഉറയിൽ നിന്നും വരിച്ചൂടി ലതാ ഉമർ ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ അയാൾ തിരിച്ചു പോരുകയാണ് സ്വന്തം സഹോദരി ഫാത്തിമയുടെ അടുത്തേക്ക്. ആ അബ്ദുള്ളയുടെ മകൻ നുഐമിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ തൊലി ഉരിഞ്ഞുപോയി. മുഹമ്മദിനോടുള്ള കലിയുമായി ഓടുന്നതിനിടയിലാണ് അവൻ ഇടക്കു ചാടി വീണത്. ഉമറെ, നീ എവിടെ പോകുന്നു? നുഐം ചോദിച്ചു. ഞാൻ അവൻ്റെ ധിക്കാരം അവസാനിപ്പിക്കാൻ പോവുകയാണ്. ആരുടെ ധിക്കാരം? നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ വാളും പിടിച്ച് ആരെ തിരഞ്ഞാണ് നീ പോകുന്നത്? മുഹമ്മദിൻ്റെ തലയെടുക്കാൻ. നമ്മുടെ നാട്ടിലുണ്ടാക്കിയ കുഴപ്പങ്ങൾ നീ കണ്ടില്ലേ? ദൈവങ്ങളെയെല്ലാം തള്ളിപ്പറഞ്ഞു.